കണ്ണീർ കടലായി കേരളം. കുവൈറ്റിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അവരുടെ നാടുകളിലേക്ക് എത്തിക്കും. വീട്ടുകാരും നാട്ടുകാരും ഉറ്റവരെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്നും ചേരുന്നുണ്ട്. പത്തനംതിട്ട വാഴമുറ്റം മുരളീധരന്റെ വീട്ടിൽ നിന്ന് ഹാൻസും, കണ്ണൂർ കടലായി അനീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് നിഖിലും, തിരുവനന്തപുരം കുര്യത്തി അരുൺ ബാബുവിന്റെ വീട്ടിൽ നിന്ന് ചന്തുവും, വർക്കല ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് ആതിര സരസ്വത്, അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ചങ്ങനാശ്ശേരി ഇട്ടിത്താനത്ത് നിന്ന് ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, അവിടെ മരിച്ചയാളുടെ മൃതദേഹം എത്തിയോ? എന്താണ് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? വീണ, അല്പസമയത്തിനകം തന്നെ ശ്രീഹരിയുടെ മൃതദേഹം, ഇത്തിത്താനം സ്വദേശിയായിട്ടുള്ള ശ്രീഹരിയുടെ മൃതദേഹം കുറിച്ചി യൂദാപുരത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഏകദേശം 3 മണിയോടുകൂടി മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇവിടെ ഈ യൂദാപുരത്തുള്ള ആശുപത്രിയുടെ മോർച്ചറിയിലായിരിക്കും ശ്രീഹരിയുടെ മൃതദേഹം സൂക്ഷിക്കുന്നുണ്ടാവുക. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് ഞായറാഴ്ചയായിരിക്കും ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ടാവുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടുകൂടി ഇവിടെ നിന്നും മൃതദേഹം എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് അവിടെ പൊതുദർശനവും അതോടൊപ്പം തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളും ഒക്കെ ഉണ്ടാവും. 2 മണിയോട് കൂടിയിട്ടാണ് വീട്ടുവളപ്പിൽ തന്നെ ശ്രീഹരിയുടെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. ജില്ലയിൽ മറ്റ് 2 യുവാക്കൾ കൂടി ഈ ദുരന്തത്തിൽ മരണമടഞ്ഞിരുന്നു. ഒന്ന് പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിൻ എബ്രഹാം സാബു ആണ്. സ്റ്റെഫിന്റെ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ പാമ്പാടിയിലെ വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ടാവും. വീട്ടിലേക്കല്ല, സമീപത്തുള്ള ആശുപത്രിയിലേക്കാണ് സ്റ്റെഫിന്റെ മൃതദേഹവും എത്തിക്കുന്നത്. സ്റ്റെഫിന്റെ സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ചയായിരിക്കും നടക്കുന്നുണ്ടാവുക. തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും മോർച്ചറിയിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക മൃതദേഹം. അതിനുശേഷം ഏകദേശം 9 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഈ സംസ്കാര ശുശ്രൂഷകൾ നടക്കുന്നുണ്ടാവും. അതിനുശേഷം ഉച്ചയോട് കൂടിയിട്ടായിരിക്കും സ്റ്റെഫിന്റെ മൃതദേഹം സംസ്കരിക്കുന്നുണ്ടാവുക. അത് സമാനമായി തന്നെ പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ തിരുവല്ലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നുണ്ടാവുക. അതിനുശേഷം അവിടെ മോർച്ചറിയിൽ വെക്കും. ഷിബുവിന്റെ മൃതദേഹവും ഞായറാഴ്ചയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 3 വീടുകളിലും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഈ മരിച്ച യുവാക്കളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ തന്നെ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരുടെ വിയോഗത്തിൽ ദുഃഖം അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം വലിയ ജനപ്രതിനിധികളടക്കമുള്ള രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ 3 യുവാക്കളുടെയും വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പം മുമ്പ് VN വാസവൻ 3 പേരുടെയും വീടുകളിൽ സന്ദർശനം നടത്തിയിരുന്നു മന്ത്രി. അതുപോലെ സമാനമായി തന്നെ മറ്റു പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനായിട്ട് ഈ യുവാക്കളുടെ വീടുകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ 3 യുവാക്കളുടെ മൃതദേഹവും അവരുടെ ജന്മനാട്ടുകളിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. മോർച്ചറിയിലായിരിക്കും 3 മൃതദേഹങ്ങളും സൂക്ഷിക്കുന്നുണ്ടാവുക. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിട്ടാണ് 3 യുവാക്കളുടെയും സംസ്കാര ചടങ്ങുകൾ കോട്ടയം ജില്ലയിൽ നടക്കുന്നുണ്ടാവുക. വീണ, ഗോകുൽ, ഈ തിരക്ക് എത്രത്തോളമാണ്? തൻ്റെ ഉറ്റവനെ ഒന്ന് കാണുന്നതിനുള്ള ഒരു തിരക്ക്, നാട്ടുകാരും വീട്ടുകാരുമായിട്ടുള്ള ആ വീട്ടിലേക്കുള്ള ഒരു ജനപ്രവാഹം എങ്ങനെയാണ്? എപ്പോഴത്തേക്കായിരിക്കും മൃതദേഹം എത്തുക? നമുക്ക് അല്പസമയം എന്ന് പറയാൻ സാധിക്കുമോ? വീണ, തീർച്ചയായിട്ടും ഇനി ഏകദേശം ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി ഇത്തിത്താനത്താണ്. ഇത്തിത്താനത്ത് ശ്രീഹരിയുടെ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ പോലീസ് അടക്കമുള്ള സുരക്ഷാ സേന ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിക്കൊണ്ട് ഈ ആശുപത്രിയിൽ എത്തിക്കൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ശ്രീഹരിയെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് യൂദാപുരത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരിച്ച യുവാക്കളുടെ ബന്ധുക്കൾ എറണാകുളത്തേക്ക് പോയി ഈ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിനായിട്ടൊക്കെ പോയിരുന്നു. അടുത്ത ബന്ധുക്കളാണ് പോയിരുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരുടെ ഏറ്റവും അടുത്ത ആളുകൾ, ഭാര്യയും അമ്മയും സഹോദരന്മാരും അടക്കമുള്ള ആളുകൾ അവരവരുടെ വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ശ്രീഹരിയുടെ വീട്ടിലാണെങ്കിൽ ശ്രീഹരിയുടെ പിതാവ് കുവൈറ്റിലായിരുന്നു ശ്രീഹരിക്കൊപ്പം നേരത്തെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ
ആ വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. ഒപ്പം ശ്രീഹരിയുടെ അമ്മയും 2 സഹോദരങ്ങളും ആ വീട്ടിൽ തന്നെ ഇപ്പോൾ തുടരുകയാണ്. വികാരനിർഭരമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് വീട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മറ്റ് 2 വീടുകളിലും സമാനമായി തന്നെയാണ്. എന്തായാലും ശ്രീഹരിയുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു കസിൻ സഹോദരൻ കൂടി വരാനുണ്ട്. അതുകൊണ്ടാണ് നാളെ നടത്താനെന്ന സംസ്കാര ചടങ്ങ് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചത്. ആ സഹോദരൻ നാളെ എത്തുന്നത് പ്രമാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റന്നാളത്തേക്ക് സംസ്കാര ചടങ്ങുകൾ നീക്കിവെച്ചത്. എന്തായാലും ഞായറാഴ്ച ശ്രീഹരിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഞായറാഴ്ച തന്നെയാണ് പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഷിബു വർഗീസിന്റെ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. തിങ്കളാഴ്ച പാമ്പാടി സ്വദേശിയായിട്ടുള്ള സ്റ്റെഫിന്റെ സംസ്കാരവും നടക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു ജനപ്രവാഹം തന്നെ ഈ 3 വീടുകളിലേക്കും രാവിലെ മുതൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 3 ചെറുപ്പക്കാരും വീടിന് മാത്രമല്ല നാടിനും ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. നാട്ടിലൊക്കെ തന്നെ സജീവമായി നിന്നിരുന്ന ചെറുപ്പക്കാരായിരുന്നു ശ്രീഹരിയും അതോടൊപ്പം തന്നെ സ്റ്റെഫിനും എന്ന് പറയുന്നത്. നാട്ടിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ വളരെ സജീവമായി നിന്നിരുന്ന ചെറുപ്പക്കാരായിരുന്നു ഇവർ 2 പേരും. അതുകൊണ്ട് തന്നെ വലിയ സുഹൃത്ത് വലയങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അവരുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ തന്നെ ധാരാളം ചെറുപ്പക്കാർ അവിടെ കൂടിയിരിക്കുകയും അവരുടെ ആ വീട്ടിൽ തന്നെ തുടരുക, ആ കുടുംബത്തോടൊപ്പം അവരുടെ ആ വിഷമത്തിൽ പങ്കുചേരണമെന്നാണ് പറയാനുള്ളത്. ഇനി കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂർ കടലായി ഭാഗത്ത് അനീഷ് കുമാറിൻ്റെ വീട്ടിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു കാര്യത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ കുടുംബത്തിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തൻ്റെ ഉറ്റവനെ കാണാൻ അവിടെ എങ്ങനെയാണ് ആളുകൾ എത്തുന്നത്? നാട്ടുകാരുടെ ഒരു ജനപ്രവാഹം അതൊക്കെ ഏത് രീതിയിലാണ് ആ കുടുംബത്തിൽ? വീണ, ഞാനിപ്പോഴുള്ള ഈ അനീഷ് കുമാറിന്റെ വീട്ടിലേക്ക് അനീഷ് കുമാറിന്റെ മൃതദേഹം ഇന്ന് എത്തിക്കില്ല. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി കണ്ണൂരിലെത്തുന്ന മൃതദേഹം കണ്ണൂരിലെ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അനീഷ് കുമാറിന്റെ സഹോദരൻ വിദേശത്താണ്. അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരുന്നതിന് ടിക്കറ്റുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ച് നാളെ അദ്ദേഹം എത്തുന്നതോടുകൂടിയായിരിക്കും ഈ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കണ്ണൂരിൽ മരിച്ച മറ്റ് 2 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ സംസ്കരിക്കും. നിതിൻ കുത്തൂരിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കരിക്കുക. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടക്കുകയാണ്. ഒപ്പം വിശ്വാസ് കൃഷ്ണന്റെ ധർമ്മടത്തെ വീട്ടിലും മൃതദേഹം എത്തിച്ച് അല്പസമയം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കളും നാട്ടുകാരും അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒപ്പം തന്നെ നമുക്ക് കാസർഗോഡ് ജില്ലയിലും 2 മരണങ്ങൾ സംഭവിച്ചു. കാസർഗോഡ് എളമ്പച്ചിയിലെ കേളുവിന്റെ മൃതദേഹം വൈകിട്ടോടുകൂടി വീട്ടിലെത്തിക്കും. വീട്ടിലേക്ക് കൊണ്ടുപോകും വഴി ജന്മദേശമായ കാലിക്കടവിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം തൃക്കരിപ്പൂർ എളമ്പച്ചിയിലെ വീട്ടിലെത്തിക്കും. അവിടെ പൊതുദർശനം നടത്തി മതപരമായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷം വീണ്ടും കാലിക്കടവിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും ശവകുടീരങ്ങൾക്ക് സമീപം തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കാനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ചെർക്കള കുണ്ടടുക്കത്തെ രഞ്ജിത്തിന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കരിക്കുന്നത്. ഇതും ഇന്ന് വൈകുന്നേരം തന്നെ സംസ്കാരം നടത്താനാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 1 മണിയോടുകൂടിയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലേക്ക് എത്തുമ്പോൾ എന്തായാലും ഒരു 5-5.5 മണിക്കൂറുകൾ എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 മണിയോടടുപ്പിച്ച് കണ്ണൂരിലെത്തുന്ന മൃതദേഹങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ചെറിയൊരു സമയം പൊതുദർശനം എന്ന രീതിയിലാണ് എല്ലായിടത്തും ക്രമീകരണങ്ങൾ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനീഷ് കുമാറിന്റെ മൃതദേഹം നാളെ ഉച്ചയോടുകൂടി സംസ്കരിക്കുമെന്നാണ് നിലവിൽ അറിയാനാവുന്നത്. വീണ, കണ്ണൂർ കടലായി ഭാഗത്ത് അനീഷ് കുമാറിന്റെ വീട്ടിൽ നിന്ന് നിഖിൽ അളവൂരാണ് ചേർന്നത്. ഇപ്പോൾ നിഖിൽ എന്തായാലും ആ വീട്ടിൽ തന്നെ തുടരണം. ആ കുടുംബത്തിനൊപ്പം തന്നെ ആ ദുഃഖത്തിൽ നിഖിലും പങ്കുചേരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരുവനന്തപുരം കുഴിയത്തി അരുൺ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് ചന്തു ചേരുന്നുണ്ട്. വിവരങ്ങൾ അറിയിക്കാൻ. ചന്തു, നിരവധി സ്വപ്നങ്ങൾ പേറിയാണ് ഒരു പ്രവാസ ജീവിതം നയിക്കാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു നിത്യതയിലേക്ക് ജീവിതം മാറിപ്പോയത്. എന്താണ് ആ വീട്ടിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? എപ്പോഴത്തേക്കായിരിക്കും മൃതദേഹം ആ വീട്ടിലേക്ക് എത്തുക?
വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷയിലും വലിയ സ്വപ്നങ്ങളും അത് നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇവിടെ നിന്നും പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയും ഒരു വലിയ സ്വപ്നം നിറവേറ്റി തിരിച്ചു വരാനാകും എന്ന ഒരു പ്രതീക്ഷയും ഒക്കെ പുലർത്തിയ അരുൺ ബാബുവാണ് ഇപ്പോൾ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ മരണത്തിന് കീഴടങ്ങി നാട്ടിലേക്ക് വരുന്നത്. വലിയ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വൈകിട്ട് 5 മണിയോട് കൂടി അരുൺ ബാബുവിന്റെ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 5 മണിക്ക് വട്ടപ്പാറ അരുൺ ബാബുവിന്റെ ഭാര്യ വീട്ടിലായിരിക്കും മൃതദേഹം ആദ്യം എത്തിച്ചേരുക. വട്ടപ്പാറ പൂവത്തൂരുള്ള വീട്ടിൽ അവിടെ അല്പസമയം പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഭാര്യയും മക്കളും ഭാര്യയുടെ വീട്ടിലാണ്. അവിടെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും ഈ നെടുമങ്ങാടുള്ള ഈ കുര്യാത്തിയിലെ വീട്ടിലേക്ക് കൊണ്ടുവരിക. സംസ്കാര ചടങ്ങുകൾ ഇവിടെ നടത്താനാണ് ബന്ധുക്കളും ഉറ്റവരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷകൾ, അതിനപ്പുറത്ത് നാടിന് തന്നെ വലിയ പ്രിയപ്പെട്ടവനായിരുന്നു അരുൺ ബാബു. പ്രത്യേകിച്ച് പൊതുപ്രവർത്തനവുമായി ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരുന്നു. 8 വർഷത്തെ പ്രവാസ ജീവിതം നേരത്തെ പുലർത്തുകയും അതിനുശേഷം കോവിഡ് തീർത്ത പ്രതിസന്ധിയെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ഇവിടെ ഒരു ജീവിതം മുന്നോട്ട് നയിച്ചു പോകുകയും ചെയ്യുന്ന സാഹചര്യത്തിലും സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായി അരുൺ ബാബുവിനെ അലട്ടിയിരുന്നു. പ്രധാനമായും അദ്ദേഹം ഒരു വീടെന്ന സ്വപ്നം മുന്നോട്ട് കണ്ടിരുന്നു. ആ വീടെന്ന സ്വപ്നം വീണ്ടും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് 8 മാസം മുൻപ് വീണ്ടും കുവൈറ്റിലേക്ക് പോയത്. ഇപ്പോൾ ആ സ്വപ്നം പൂർത്തിയാക്കാനാകാതെ അരുൺ ബാബു നാട്ടിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും നാട് ഒന്നടങ്കം വലിയ വിഷമ വൃത്തത്തിൽ തന്നെയാണ്. ഇവിടെ വലിയ ദുഃഖകരമായ അന്തരീക്ഷം നാടിൽ തളം കെട്ടി കിടക്കുന്നുണ്ട്. പ്രവാസി ജീവിതം നയിക്കുകയും അതോടൊപ്പം നാട്ടിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും വീട്ടുകാരെയും ഒക്കെ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തിരുന്ന ആളായിരുന്നു അരുൺ ബാബു. അതുകൊണ്ട് തന്നെ നാടിനൊന്നടങ്കം ഒരു തീരാവേദനയായാണ് ഇപ്പോൾ അരുൺ ബാബുവിന്റെ ഈ ഒരു വിയോഗം നാട് നോക്കിക്കാണുന്നത്. എന്തായാലും 5 മണിയോടുകൂടി തിരുവനന്തപുരത്തെ ഭാര്യ വീട്ടിലെത്തിച്ചതിന് ശേഷം ഈ നെടുമങ്ങാടുള്ള കുര്യാത്തിയിലെ വീട്ടിലേക്ക് എത്തുകയും അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടത്താനുമാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ശരി, എന്തായാലും കുവൈറ്റിൽ മരിച്ച വ്യക്തികളുടെ മൃതദേഹങ്ങൾ ഏകദേശം രാവിലെ 10:30 മണിയോടുകൂടി കൊച്ചി വിമാനത്താവളത്തിൽ എത്തിക്കുകയും പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, വി.ഡി. സതീശൻ അങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കുകയും സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ നൽകി കുടുംബക്കാർക്കൊപ്പം ആ മൃതദേഹങ്ങളെല്ലാം വിട്ടു നൽകി. ഇപ്പോൾ പല ഭാഗങ്ങളിലായി ആ മൃതദേഹങ്ങൾ ആ വീടുകളിലേക്ക് എത്തുകയാണ്. അല്പസമയത്തിനുള്ളിൽ എല്ലാ വീടുകളിലേക്കും ആ മൃതദേഹങ്ങൾ എത്തും. വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്, ഹൃദയഭേദകമായ ഒരു സംഭവം തന്നെയാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് ഓരോ വീടുകളിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അവിടെ തന്നെ തുടരണം. കുവൈറ്റിൽ മരിച്ച ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ സംസ്കാരം തിങ്കളാഴ്ച നടക്കുമെന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. മൃതദേഹം പുഷ്പഗിരിയിലേക്ക് മാറ്റും. തിങ്കളാഴ്ച 7:30 മൃതദേഹം വീട്ടിലെത്തിക്കുക. മനീഷ് ആയിഷ മാത്യു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇന്ന് കൊണ്ടുവന്ന ഈ മൃതദേഹം ആ കുടുംബക്കാർക്ക് കിട്ടുന്നത് തിങ്കളാഴ്ചയാണ് ആ മൃതദേഹം, അതും രാത്രിയിൽ. എങ്ങനെയാണ് ഈ വിയോഗം അവർ ഉൾക്കൊള്ളുന്നത്? എന്താണ് ആ വീട്ടിൽ നിന്ന് നൽകാൻ സാധിക്കുന്ന വിവരം? വീണ, ഇന്ന് മൃതദേഹം ഒരല്പസമയത്തിനകം ഇവിടെ ഇഴിഞ്ഞില്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുക. അവിടെ നിന്നാവും ചെങ്ങന്നൂർ പാണ്ടനാടേക്ക് കൊണ്ടുപോകുക. ആദ്യം വീട്ടിലേക്കല്ല കൊണ്ടുപോകുന്നത്. പുഷ്പഗിരിയിൽ മോർച്ചറി സൂക്ഷിച്ചതിന് ശേഷം തിങ്കളാഴ്ച രാവിലെ ആയിരിക്കും മൃതശരീരം വീട്ടിലേക്ക് എത്തിക്കുക. തീർച്ചയായും ദുഃഖക്കടലിൽ തന്നെയാണ് ആ വീടുള്ളത്. പ്രത്യേകിച്ച് ഈ മാത്യു തോമസിൻ്റെ മൂത്ത മകൾ നഴ്സാണ്. അവർ ഈ അടുത്താണ് നാട്ടിലെ ജോലി രാജിവെച്ച് കുവൈത്തിലെ പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ശ്രമത്തിലായിരുന്നു. ഈ അടുത്ത് തന്നെ പിതാവിൻ്റെ ഒപ്പം കുവൈത്തിലേക്ക് എത്തുകയും അവിടെ ജോലി ചെയ്യുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിയോഗം ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഇഴിഞ്ഞില്ലത്താണ്. ഇവിടെ നിന്നാണ് പത്തനംതിട്ട അതുപോലെ തന്നെ ആലപ്പുഴയിലേക്കുള്ള 6 മൃതദേഹങ്ങൾ ജില്ലാ കളക്ടർമാർ സ്വീകരിക്കുന്നത്. ഇതിൽ 5 മൃതദേഹങ്ങൾ പത്തനംതിട്ടയിലെയാണ്. അതുപോലെ തന്നെ ഈ 6ാമത്തെ മൃതദേഹം എന്ന് പറയുന്നത് മാത്യു തോമസിൻ്റെയാണ്. അദ്ദേഹം നിരണം സ്വദേശിയാണെങ്കിലും താമസിക്കുന്നത് 25 വർഷമായിട്ട് ഇവിടെ പാണ്ടനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കമാണ് ഇവിടുന്ന് ഇപ്പോൾ ജില്ലാ കളക്ടർമാർ അല്പസമയത്തിനകം സ്വീകരിക്കുക. അങ്ങനെ മുഴുവൻ 6 മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നുള്ളത്. ഈ മൃതദേഹങ്ങൾ അതാത് വീട്ടുകളിലേക്ക് ഇവിടുന്ന് സ്വീകരിച്ച ശേഷം വീടുകളിലേക്ക് അയക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, അതായത് ഓരോ പ്രവാസിയുടെ ഏറ്റവും നല്ല ഒരു നിമിഷം എന്ന് പറയുന്നത് അവിടെ നിന്ന് വിജയിച്ച് തൻ്റെ കുടുംബക്കാരുടെ അടുത്ത് സന്തോഷത്തോടെ എത്തുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത്തരത്തിലൊരു മടക്കയാത്ര ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്ത ഒന്നാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരുപാട് മരണങ്ങൾ ഒന്നിച്ച് നമ്മുടെ ഈ കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ കുടുംബത്തിൻ്റെ അവസ്ഥ അത് എത്രത്തോളം ഭീകരമാണ്?
പറയൂ. തീർച്ചയായും കുടുംബത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാത്യു തോമസിന് 2 പെൺമക്കളാണുള്ളത്. മുതിർന്ന ആൾ BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം നാട്ടിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിതാവിനൊപ്പം കുവൈത്തിലെത്തി ജോലി ചെയ്യുക എന്നൊരു ആഗ്രഹം ആ കുട്ടിക്കുണ്ടായിരുന്നു. അതിന് പ്രകാരമാണ് ഇവിടുത്തെ ജോലി രാജിവെച്ചതും അങ്ങോട്ടേക്ക് പോകുന്നതുമായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയതും. അങ്ങനെ മകൾക്കൊപ്പം കുവൈത്തിൽ ജോലി ചെയ്യാം എന്നുള്ള ഒരു താല്പര്യം പിതാവിനും ഉണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ തുടരവെയാണ് ഇത്തരത്തിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും എല്ലാവരും തന്നെ അതീവ ദുഃഖത്തിലാണ് ഇവിടെയുള്ളത്. കൊല്ലത്ത് നിന്ന് ഷമീർ കൂടി ചേരുന്നുണ്ട്. ഷമീർ, എപ്പോഴാണ് ആ മൃതദേഹം വീട്ടിലേക്ക് എത്തുക? ഒപ്പം തന്നെ തൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു നോക്ക് കാണാൻ ആ വീട്ടിലേക്കുള്ള ഒരു ജനപ്രവാഹം എങ്ങനെയാണ്? നാട്ടുകാരെല്ലാവരും അവിടെ കൂടിയിട്ടുണ്ടോ? വീണ, ഈ അപകട വിവരം പുറത്തു വരുമ്പോൾ ആദ്യം തിരിച്ചറിയുന്നത് ഷമീറിന്റെ മരണവാർത്തയാണ്. അത് മെനിഞ്ഞാന്നായിരുന്നു ഈ വാർത്ത ആദ്യം പുറത്തു വരുന്നത്. ഇതിനുശേഷമായിരുന്നു മരണനിരക്ക് കുത്തനെ ഉയരുകയും ചെയ്തത്. ഷമീറിന്റെ പിതാവ് അല്പസമയം മുമ്പ് പ്രതികരിച്ചതും അങ്ങനെയാണ്. തന്റെ മകന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് 9 മാസമാകുന്നതേ ഉള്ളൂ. ഇതിനുശേഷം 1 മാസം മുമ്പാണ് മകൻ വിദേശത്തേക്ക് മടങ്ങിയത്. പക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് തന്റെ മകനിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം തങ്ങളെ തേടിയിരിക്കുന്നു എന്നത് അപ്രതീക്ഷിതം തന്നെയാണ്, താങ്ങാവുന്നതിനപ്പുറമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യയെ മരണ വിവരം അല്പസമയം മുമ്പാണ് അറിയിച്ചത്. എന്തായാലും വളരെ വികാര നിർഭരമായ രംഗങ്ങളാണ് ഈ വീട്ടിൽ അരങ്ങേറുന്നത്. അതുപോലെ തന്നെ കൊല്ലം പുനലൂരിലുള്ള സാജൻ ജോർജ് 29 വയസ്സാണ്. 1 മാസം മുമ്പാണ് 1.5 മാസം മുമ്പാണ് സാജൻ ജോർജ് ഇത്തരത്തിൽ ഈ കമ്പനിയിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട് ജോയിൻ ചെയ്തത്. ഇതിനുശേഷം 1 മാസത്തെ ശമ്പളം വീട്ടിലേക്ക് അയച്ചു നൽകുകയും ചെയ്തിരുന്നു. ആ പണം മുഴുവനായി അവർ ചെലവാക്കി. അതിനു മുമ്പ് തന്നെ തന്റെ മകനെ മരണവാർത്ത അറിയാൻ കഴിയുന്നു. അങ്ങനെ ആ പിതാവിന്റെ സങ്കടം അത് വളരെയധികം ആ വീട്ടിൽ വരുന്നവരോടെല്ലാം തന്നെ ആ പിതാവ് ഈ സങ്കടമാണ് പറയുന്നത്. 1.5 മാസമായതേ ഉള്ളൂ തന്റെ മകൻ പോയത്. ഞാനാണ് തന്റെ മകനെ പറഞ്ഞയച്ചത്, ഈ ജോലിക്കായി കമ്പനിയിലേക്ക് അയച്ചത്. പക്ഷേ അത് മരണത്തിലേക്കായി പോയി എന്ന തരത്തിലുള്ള രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വേദന മാധ്യമങ്ങളോടടക്കം അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു. പിന്നീടുള്ളത് കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസും കുടുംബവും ഇത്തരത്തിൽ കുവൈറ്റിൽ തന്നെയാണ് താമസം. ലൂക്കോസിന്റെ മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 പേരുടെ മരണവിവരവും കൂടെ സ്ഥിരീകരിച്ച് ലഭ്യമായിട്ടുണ്ട്. അത് നാഗപ്പള്ളി സ്വദേശി ഡെന്നി ബേബിയാണ്. ഡെന്നി ബേബി 7 വർഷമായി ഇത്തരത്തിൽ കുവൈറ്റിൽ IBTC കമ്പനിയിൽ ജീവനക്കാരനാണ്, സൂപ്പർവൈസറാണ്. അദ്ദേഹത്തിന്റെ മൃതശരീരവും ഇന്ന് തന്നെ സംസ്കരിക്കും. കൊല്ലം സ്വദേശിയായ സുമേഷ് എസ് ദാസ് 15 വർഷമായി ഇതേ കമ്പനിയിൽ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 മണിയോടുകൂടി തന്നെ മൃതദേഹങ്ങളെല്ലാം തന്നെ കൊല്ലത്തേക്ക് എത്തും. ഇതിനുശേഷം മതപരമായ ചടങ്ങുകൾ നടത്തിയ ശേഷം സംസ്കരിക്കും എന്നാണ് അറിയുന്നത്. ഒരു മൃതദേഹം പോലും ഇത്തരത്തിൽ മറ്റാരെയും കാണിക്കാനോ അല്ലെങ്കിൽ മോർച്ചറിയിലേക്ക് സൂക്ഷിക്കാനോ ഒന്നും തന്നെ തീരുമാനിച്ചിട്ടുള്ള വിവരമില്ല. എല്ലാ മൃതദേഹങ്ങളും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ സംസ്കരിക്കും. വീണ, ശരി. ഇനി വർക്കല ശ്രീജേഷിന്റെ വീട്ടിൽ നിന്ന് ആതിര സരസ്വതി കൂടി ചേരുന്നുണ്ട്. ആതിര, എപ്പോഴായിരിക്കും ആ മൃതദേഹം വീട്ടിലേക്ക് എത്തുക? ഒപ്പം തന്നെ നമുക്കറിയാം, പ്രവാസ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ദുരന്തത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. എപ്പോഴായിരിക്കും ഈ മൃതദേഹം ആ വീട്ടിലേക്ക് എത്തുക? ആതിര, പ്രവാസ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ കുവൈറ്റിൽ ഉണ്ടായിരിക്കുന്ന ഈ അപകടം. കേരളത്തിൻ്റെ ജീവനാഡിയാണ് പ്രവാസികളെന്ന് നാം കാണുന്നു എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. കുടുംബങ്ങൾക്കുണ്ടായത് ഒരു തീരാ നഷ്ടം എന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തതും. കുവൈറ്റ് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചു എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോടായി പറഞ്ഞിരുന്നു. ആതിര സരസ്വത് വർക്കല ശ്രീജേഷിൻ്റെ വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ആതിര, എപ്പോഴാണ് ആ മൃതദേഹം വീട്ടിലേക്ക് എത്തുക? കുടുംബം എങ്ങനെയാണ് ഈ ഒരു വിയോഗത്തെ ഉൾക്കൊള്ളുന്നത്? അവിടെ
എല്ലാ പ്രവാസികളെയും പോലെ തന്നെ തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വിദേശത്തേക്ക് ചേക്കേറിയതായിരുന്നു ശ്രീജേഷും. ഈ ദുരന്തത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ശ്രീജേഷിന്റെ കുടുംബ അവസ്ഥയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയും കൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് അമ്മ 15 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. അച്ഛനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കാണാതായി. പോലീസിൽ പരാതി നൽകിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ശ്രീജേഷിന് ആകെയുള്ളത് ഒരു പെങ്ങളാണ്, ആരതി. അവർ അബുദാബിയിലായിരുന്നു. അവരെ മരണവിവരം കൊച്ചി വെച്ചിട്ടാണ് അറിയിക്കുകയുണ്ടായത്. ഇപ്പോൾ ശ്രീജേഷിന്റെ മൃതദേഹം ഏറ്റുവാങ്ങിയതും പെങ്ങളുടെ ഭർത്താവും ചേർന്നിട്ടായിരുന്നു. ശ്രീജേഷിന് സ്വന്തമായിട്ടൊരു വീടില്ല. അദ്ദേഹത്തിന്റെ വീടിന്റെ അടിത്തറ കാട്ടുവിള എന്ന സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. ഫൗണ്ടേഷൻ കെട്ടിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹം ആദ്യം പൊതുദർശനത്തിന് വെക്കുന്നത് അദ്ദേഹത്തിന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിലായിരിക്കും. അല്പം മുമ്പ് നമ്മളോട് പെങ്ങളുടെ ഭർത്താവിന്റെ അമ്മ സംസാരിക്കുകയും ഉണ്ടായി. അതിനുശേഷമായിരിക്കും കാട്ടുവിളയിലെ ശ്രീജേഷിന്റെ സ്വന്തം സ്ഥലത്തേക്ക് മൃതദേഹം കൊണ്ടുപോവുകയും അടക്കം ചെയ്യുകയും ചെയ്യുക. ശ്രീജേഷിന്റെ അമ്മയെ അടക്കിയ അതേ സ്ഥലത്തിന് തൊട്ടടുത്ത് ചേർന്നായിരിക്കും ശ്രീജേഷിന്റെ മൃതദേഹവും അടക്കുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലായിരുന്നു ശ്രീജേഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന ആളായിരുന്നു ശ്രീജേഷ്. നേരത്തെ സൗദിയിലും ദുബൈയിലും അടക്കം ജോലി ചെയ്യുകയും ഡിസ്ക് സംബന്ധമായ രോഗാവസ്ഥ കാരണം നാട്ടിലേക്ക് മടങ്ങിയെത്തുകയുമായിരുന്നു ശ്രീജേഷ്. കഴിഞ്ഞ 6-ാം തീയതിയാണ്, അതായത് കഴിഞ്ഞ ആഴ്ചയാണ് ശ്രീജേഷ് കുവൈറ്റിൽ ഒരു ജോലിക്ക് വേണ്ടി പോയത്. എന്തായാലും മരണം വളരെ അപ്രതീക്ഷിതവുമായിരുന്നു. വീണ, ലോകത്തെ തന്നെ നടുക്കിയ വാർത്തയോടെയായിരുന്നു ബുധനാഴ്ച നമ്മളെല്ലാവരും ഉണർന്നത്. പുലർച്ചെ കുവൈറ്റിലെ മംഗഫയിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്ത വാർത്ത ഒരു നടുക്കത്തോടെ തന്നെയായിരുന്നു ലോകം കേട്ടിരുന്നതും. അതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് രാവിലെയോടെ കൊച്ചി വിമാനത്താവളത്തിൽ കൊണ്ടുവരികയും അവിടെ നിന്ന് കുടുംബങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കുകയും ചെയ്തത്. മലപ്പുറത്ത് നിന്ന് രമ്യ ചേരുന്നുണ്ട് ആ വീട്ടിൽ നിന്ന്. രമ്യ, എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മൃതദേഹം അവിടെ എത്താറായോ? മൃതദേഹം ഏതാനും നിമിഷങ്ങൾക്കകം വസതിയിലെത്തിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ ബാഹുലേന്റെ മൃതദേഹം ഒരു നോക്ക് കാണും, അവസാനമായി ഒരു നോക്ക് കാണും ഇവിടെ കാത്തു നിൽക്കുകയാണ്. 7 വർഷമായി പ്രവാസികൾ ജീവിക്കുന്ന ആളാണ് ബാഹുലേൻ. കഴിഞ്ഞ 1 വർഷം മുമ്പാണ് നാട്ടിൽ വന്ന് വിദേശത്തേക്ക് വീണ്ടും മടങ്ങിപ്പോയത്. കുവൈറ്റിലെ ഒരു സെക്ഷൻ ഇൻചാർജ് ആയിരുന്നു. 3 വർഷം മുമ്പാണ് വിവാഹിതനായത്. ഇതിലിപ്പോൾ നാട്ടുകാരും ബന്ധുക്കളും ബാഹുലേനും അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുകയാണ്. മൃതദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് കിട്ടുന്ന അവസാന വിവരം. ഇതിനുശേഷം മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് ശേഷം ഷൊർണൂരിലെ ശാന്തി കവാടത്തിലാണ് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയുള്ള തിരക്ക് ഏത് തരത്തിലാണ്? തൻ്റെ ഉറ്റവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നാട്ടുകാരും വീട്ടുകാരും എത്രത്തോളം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് രമ്യ? നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി പേർ ബാഹുലേനെ ഇതിനൊക്കെ കാണാൻ ഇവിടെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു ബാഹുലേൻ. കലാകായിക രംഗത്ത് ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നാട്ടുകാരുടെ സാന്നിധ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു മരണ വാർത്ത, ഈ ബാഹുലേന്റെ വിയോഗ വാർത്ത വളരെ ദുഃഖത്തോടു കൂടിയാണ് ആ ഒരു വാർത്തയെ അവരെല്ലാം അഭിമുഖീകരിക്കുന്നത്. നിറഞ്ഞ ഒരു എല്ലാ നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെ വളരെ വിഷമത്തോടു കൂടിയാണ് ബാഹുലേനെ ഒരു നോക്ക് കാണുവാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ കാത്തിരിക്കുകയാണ്. ശരി രമ്യ, എന്തായാലും ആ വീട്ടിൽ തന്നെ തുടരുക. അല്പസമയത്തിനകം മൃതദേഹം വീട്ടിലെത്തും. ആ കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നാണ് പറയാനുള്ളത്. പത്തനംതിട്ട വാഴമുറ്റം മുരളീധരൻ്റെ വീട്ടിൽ നിന്ന് ഹാൻസ് ചേരുന്നുണ്ട്. ഹാൻസ്, നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ഈ മുരളീധരൻ. എത്രത്തോളം ആ കുടുംബത്തിൻ്റെ ദുഃഖം എത്രത്തോളമാണ്? എന്താണ് അവിടെ നിന്ന് നൽകാൻ സാധിക്കുന്ന വിവരങ്ങൾ? വീണ, നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും സുപരിചിതനും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയുമായിരുന്നു മരണപ്പെട്ട മുരളീധരൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസാനമായി ഒന്ന് കാണുവാനായി നൂറുകണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും നാട്ടുകാരും എല്ലാവരും തന്നെ
ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഴമുട്ടത്തെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം തിരുവല്ലയിൽ നിന്നും കളക്ടറിന്റെ സംഘം അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ മറ്റ് 4 പേരുടെ, പത്തനംതിട്ട ജില്ലയെ സ്വദേശികളായ മറ്റ് 4 പേരുടെയും മൃതദേഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, മിക്കവാറും ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഭവനത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ നേരത്തേക്കോ അതിൽ കുറവോ സമയം ഇവിടെ പൊതുദർശനം ഉണ്ടാവും. എല്ലാവർക്കും കാണുവാനായി, ഉറ്റവർക്ക് കാണുവാനായി, ഒരു നോക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കുവാനായി 1 മണിക്കൂറോളം ഇവിടെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭവനത്തോട് ചേർന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പറമ്പിലായിരിക്കും അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾ ഇവിടെ നടക്കുക. അതിനുള്ള നടപടികളും ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു അപകടമായതിനാൽ തന്നെ ഒരുപാട് നേരം പൊതുദർശനത്തിനായി വെക്കുമെന്നും കരുതുന്നില്ല. എത്രയും പെട്ടെന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനായിരിക്കും ബന്ധുക്കളുടെ ഒരു നീക്കം. ആയതിനാൽ തന്നെ അദ്ദേഹത്തിന് അവസാനമായി കാണുവാനായി ഇവിടെ ഒരുപാട് പേരാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. വീണ, ശരി. കുവൈറ്റിലെ ആ വലിയ ദുരന്തത്തിലുണ്ടായ മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ വീടുകളിലേക്കായി, അവരുടെ കുടുംബത്തിലേക്ക് എത്താൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളൂ. ചിലരുടെ സംസ്കാരം ഇന്ന് തന്നെ നടക്കും, ചിലരുടേത് വളരെ വൈകിയും ചിലരുടേത് നാളെയുമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വരും മണിക്കൂറുകളിലും ഇതിൻ്റെ വിശദാംശങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക്, എന്തായാലും പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ ഉറപ്പായും എത്തിക്കും. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന കുവൈറ്റ് ഫയർഫോഴ്സ് അന്വേഷണ റിപ്പോർട്ട്. ഗാർഡിന്റെ മുറിയിൽ നിന്നാണ് തീപിടുത്തമുണ്ടായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഭവത്തിൽ 2 പേരെ റിമാൻഡ് ചെയ്തു. തെക്കൻ കുവൈറ്റിലെ ബംഗഫിൽ കമ്പനി ജീവനക്കാർ താമസിച്ച കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. പുലർച്ചെ 4 മണിക്ക് ശേഷമായിരുന്നു തീപിടുത്തം. 4:28 അപകട സന്ദേശം കിട്ടിയെന്നും കൃത്യം 5 മിനിറ്റിൽ കുതിച്ചെത്തി രക്ഷാപ്രവർത്തനം തുടങ്ങിയെന്നും കുവൈറ്റ് ഫയർ റെസ്ക്യൂ വിഭാഗം വ്യക്തമാക്കുന്നു. 10 മിനിറ്റ് കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ സമയത്തിനുള്ളിൽ കെട്ടിടത്തിലുണ്ടായിരുന്ന 45 പേര് മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 4 പേർ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ മരണപ്പെട്ടുവെന്നും ഫയർഫോഴ്സിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം സുരക്ഷാ വീഴ്ചയുടെ പേരിൽ 2 പേർ റിമാൻഡിലാണെന്ന് കുവൈറ്റ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഒരു കുവൈറ്റ് പൗരനും ഒരു വിദേശ പൗരനുമാണ് റിമാൻഡിലായിരിക്കുന്നത്. കൂട്ടമരണത്തിന് കാരണമായ ചട്ടലംഘനങ്ങളുടെ പേരിലാണ് നടപടി. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മരിച്ച 49 പേരും ഇന്ത്യക്കാരാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 46 പേരെ തിരിച്ചറിഞ്ഞു, 3 പേരെ തിരിച്ചറിയാനുണ്ട്. മരിച്ചവരിൽ 25 പേർ മലയാളികളാണ്. 40 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. 9 പേരുടെ നില ഗുരുതരമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ഉടൻ നൽകുമെന്ന NPTC കമ്പനി കമ്പനിയുടെ ഉടമ KG എബ്രഹാമിന്റെ മക്കളായ സിബി എബ്രഹാമും ബെൻസൺ എബ്രഹാമും കുടുംബങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കും. എല്ലാ വർഷവും സുരക്ഷാ പരിശോധന നടത്തുന്ന കെട്ടിടമായിട്ട് കൂടി അപകടം സംഭവിച്ചു. അങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു. കമ്പനിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഉടമകൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. KG എബ്രഹാമിൻ്റെ മക്കളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. സാറ് എങ്ങനെയാണ് ഈ കുടുംബത്തിൻ്റെ കാര്യവും മറ്റും എല്ലാം? അത് നമ്മൾ അനൗൺസ് ചെയ്ത പോലെ 8 lakhs rupees we will be giving to the deceased families. പിന്നെ അത് കൂടാതെ അവരുടെ ഇൻഡെമിനിറ്റീസ്, അവരുടെ ഇൻ ദ സർവീസ്, അവരുടെ എല്ലാം perks, അവരുടെ എല്ലാം കിട്ടാനുള്ളത് they will get, plus insurance, and our support will be there throughout. And അത് കൂടാതെ ഇഞ്ചേർഡ് വൺസിന് 2 lakhs കൊടുക്കുന്നുണ്ട് for the families. And medical bill will be taken care of. Our medical bill also will be taken care of for the complete rehabilitation back to work. And during this period, all support, moral as well as in spirit, we will be with them and their families. Early morning for 3:30, 4 o'clock, the smoke has, a fire has happened in the ground floor,
This is the information that we got from the police report, because there's a proper police report being taken. Other Namala, we are supporting with the government and the police for forex people. Smoke, it has gone through the duct as well as the stairs. This is the main reason for the excess inhalation of carbon monoxide for majority of the deaths. Okay, so there was a short circuit in the ground floor, in the security room, and the police report will be coming out with this one report. We will be full supporting with the government. കുടുംബങ്ങളുടെയൊക്കെ ഒരു മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അത് പറഞ്ഞ പോലെ വി വിൽ ബി ഗിവിങ് ഫുൾ സപ്പോർട്ട്. നമ്മുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട്, മോറൽ സപ്പോർട്ട് എല്ലാം കൊടുക്കുന്നതാണ്. ഇത് നമ്മുടെ കമ്പനി കുവൈറ്റിലെ വൺ ഓഫ് ദ ലീഡിങ് കമ്പനീസ് ആണ് ഇൻ കൺസ്ട്രക്ഷൻ, EPC കോൺട്രാക്ടിങ്. പിന്നെ വി ആർ വെരി HSC എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അവർ ടോപ്പ് പ്രയോറിറ്റി. നമ്മൾ അതിന് ഒരു കോംപ്രമൈസും ഇല്ല. എല്ലാം വർഷവും നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മൃതദേഹങ്ങൾ ജില്ലാ കളക്ടർമാർ ഇടിഞ്ഞില്ലത്ത് ഏറ്റുവാങ്ങാനൊരുങ്ങുന്ന കാഴ്ചയാണ്. 5 പത്തനംതിട്ട സ്വദേശികളാണ്, ഒരാൾ ആലപ്പുഴ സ്വദേശിയുമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മൃതദേഹങ്ങൾ ജില്ലാ കളക്ടർമാർ ഇടിഞ്ഞില്ലത്ത് ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ്. 5 പത്തനംതിട്ട സ്വദേശികളാണുള്ളത്, ഒരാൾ ആലപ്പുഴ സ്വദേശിയും. വളരെ വലിയ വേദനയോടെ അല്ലാതെ നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കിക്കാണാൻ സാധിക്കില്ല. ഏകദേശം 11 മണിയോടുകൂടി തന്നെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് മൃതദേഹങ്ങൾ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച് അതത് ജില്ലകളിലേക്ക് തങ്ങളുടെ ബന്ധുക്കളെ ഒരു നോക്ക് കാണാൻ യാത്രയായതാണ്. അല്പസമയത്തിനകം തന്നെ എല്ലാ വീടുകളിലേക്കും മൃതദേഹങ്ങൾ എത്തിച്ചേരുന്നതാണ്. കണ്ണൂരിൽ മാത്രം ഏകദേശം 5.5 മണിക്കൂറോളം യാത്രയുള്ളത് കൊണ്ട് തന്നെ രാത്രിയോട് തന്നെയായിരിക്കും ആ മൃതദേഹം ആ വീട്ടിലേക്ക് എത്തുക. ബാക്കി ഇപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ അത് ജില്ലാ കളക്ടർമാരത് ഏറ്റുവാങ്ങുകയും ചെയ്യും. ആലപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ മൃതദേഹങ്ങൾ ജില്ലാ കളക്ടർമാർ ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ്. ഇടിഞ്ഞില്ലത്ത് വെച്ചാണ് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുക. 5 പത്തനംതിട്ട സ്വദേശികളാണ്, ഒരാൾ ആലപ്പുഴ സ്വദേശിയും. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് ആയിഷ മാത്യു ചേരുന്നുണ്ട്. മനീഷ്, ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? മൃതദേഹം ജില്ലാ കളക്ടർ ഏറ്റുവാങ്ങിയോ?
വീണ ജില്ലാ കളക്ടർമാരായ പ്രേംകൃഷ്ണനും അതുപോലെ തന്നെ അലക്സ് വർഗീസും ചേർന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ എത്തിച്ചത് 6 മൃതദേഹങ്ങളാണ്. ഇതിൽ 5 പേർ പത്തനംതിട്ട സ്വദേശികളായിട്ടുള്ളവരാണ്. ഈ പത്തനംതിട്ട സ്വദേശിയെ കൂടാതെ തന്നെ നിരണം സ്വദേശിയായിരുന്നു, അതായത് പത്തനംതിട്ട നിരണം സ്വദേശിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 25 വർഷമായി ചെങ്ങന്നൂർ പാണ്ടനാട് താമസിക്കുന്ന മാത്യു തോമസിൻ്റെ അടക്കമുള്ള 6 മൃതദേഹങ്ങളാണ് നിലവിലിപ്പോൾ ഇഴിഞ്ഞിലത്ത് 2 കളക്ടർമാർ ചേർന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ അവരവരുടെ വീടുകളിലേക്ക് അയക്കുന്നതിനുള്ള നടപടികളും ഇതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള പോലീസ് സന്നാഹങ്ങളും ഉണ്ട്. ഈ പോലീസ് സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടി തന്നെയാണ് മൃതദേഹങ്ങൾ ആലപ്പുഴ ജില്ലാ കളക്ടറും ചേർന്നാണ് ഈ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതും ഇത് ഇവരുടെ വീടുകളിലേക്ക് അയക്കുന്നതിനുള്ള നടപടികൾ നടത്തുന്നതുമെല്ലാം ഇവരുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഇതിനോടകം തന്നെ 2 മൃതദേഹങ്ങളാണ് സ്വഭവനങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത്. മാത്യു തോമസിന്റെ മൃതദേഹം അയച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റൊരാളുടെ മൃതദേഹമാണ് അയച്ചിരിക്കുന്നത്. ഈ 4 മൃതദേഹങ്ങളോടുണ്ട്. ഈ 4 മൃതദേഹങ്ങളും നിലവിൽ ഇപ്പോൾ ഇഴിഞ്ഞിലത്ത് ആംബുലൻസിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങുകൾ പൂർത്തിയാക്കി, അതായത് ഈ സ്വഭവനങ്ങളിലേക്ക് അയക്കുന്നതിന്റെ ചടങ്ങുകൾ പൂർത്തിയാക്കിയതിനു ശേഷം അവരുടെ വീടുകളിലേക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇവിടെ ആലപ്പുഴ അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ജില്ലാ പോലീസ് മേധാവികളടക്കം ഇപ്പോൾ ഇവിടെ സ്ഥലത്തുണ്ട്. ഈ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് എന്താണ് കുടുംബം നൽകുന്ന മറുപടി? മനീഷ്. വീണ, ഇതിൽ മാത്യു തോമസിന്റെ മൃതശരീരം ഇപ്പോൾ നേരെ കൊണ്ടുപോകുന്നത് പുഷ്പഗിരി ആശുപത്രിയിലേക്കാണ്. കേൾക്കാമോ? തുടർന്നോളൂ. വീണ, ഇതിൽ മാത്യു തോമസിന്റെ മൃതശരീരം ഇപ്പോൾ കൊണ്ടുപോകുന്നത് പുഷ്പഗിരി ആശുപത്രിയിലേക്കാണ്. അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാവും ചെയ്യുക. അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ 7:30 കൂടി മാത്രമേ മാത്യു തോമസിന്റെ സ്വഭവനത്തിലേക്ക്, അതായത് പാണ്ടനാടുള്ള സ്വഭവനത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. തിങ്കളാഴ്ചയായിരിക്കും മാത്യു തോമസിൻ്റെ മൃതശരീര സംസ്കാരം നടക്കുക. അതുപോലെ തന്നെ പത്തനംതിട്ടയിലുള്ള ബാക്കി 5 പേരുടെയും മൃതശരീരങ്ങൾ ഇന്ന് സംസ്കരിക്കില്ല, പിന്നീടുള്ള ദിവസങ്ങളിലാണ് സംസ്കരിക്കുക. ഇതിൽ ചിലരുടെ വീടുകളിലേക്ക് ഇന്ന് തന്നെ പൊതുദർശനത്തിന് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും വീടുകളിൽ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങ് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിലടക്കമുള്ള ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. വീണ, എപ്പോഴായിരിക്കും ഈ മൃതദേഹങ്ങൾ ജില്ലാ കളക്ടർമാർ ഏറ്റുവാങ്ങുക? നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും പലതും വ്യക്തമാണ്. എല്ലാവരും അവിടെ എത്തിയോ? രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? വീണ, നിലവിൽ ഇവിടെ സ്ഥലത്ത് MLA അങ്ങനെയുള്ള ആരും തന്നെയില്ല. ഇപ്പോൾ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 3 മൃതദേഹങ്ങൾ വീടുകളിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ മാത്യു തോമസിൻ്റെ മൃതദേഹം അടക്കമുണ്ട്. ബാക്കിയുള്ള മൃതദേഹങ്ങൾ നടപടികൾ പൂർത്തിയാക്കി സ്വഭവനങ്ങളിലേക്ക് അയക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഈ പത്തനംതിട്ട അതുപോലെ തന്നെ ജില്ലാ കളക്ടർമാരാണ്. ഇവരുടെ നേതൃത്വത്തിൽ മൃതദേഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ആ മൃതദേഹങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിലേക്ക് ഇത് ഏൽപ്പിച്ച് നൽകുകയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഏകദേശം എല്ലാ മൃതദേഹങ്ങളും തന്നെ ജില്ലാ കളക്ടർമാർ ചേർന്ന് സ്വീകരിക്കുകയും അതിനുശേഷം അവരുടെ സ്വഭവനങ്ങളിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. വീണ, ഇപ്പോൾ എല്ലാം മരിച്ച വ്യക്തി നാട്ടുകാർക്കൊക്കെ വളരെയധികം പ്രിയപ്പെട്ട ഒരാളായിരുന്നു. ആ വീട്ടിലേക്ക് മനീഷ് പോയിരുന്നു. തീർച്ചയായും വീണ, ഞാൻ മാത്യു തോമസിൻ്റെ വീടുകളിൽ പോയിരുന്നു. മാത്യു തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരണം സ്വദേശിയായിരുന്നു. അദ്ദേഹം ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശിനിയെ വിവാഹം കഴിച്ചതിന് ശേഷം ഇവിടെ വന്ന് താമസിക്കുകയാണ്. കഴിഞ്ഞ 25 കൊല്ലമായി അദ്ദേഹം ഇവിടെയാണ്. തൻ്റെ 23ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കുവൈത്തിലേക്ക് ജീവിതത്തിലേക്ക് പോകുന്നത്. അതിനുശേഷം തുടർച്ചയായ 30 വർഷം കുവൈത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ജോലി ചെയ്ത് വരുമ്പോൾ ഒരു ധാരണ സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 പെൺമക്കളാണുള്ളത്. അതിലൊരാൾ നേഴ്സാണ്. ഈ നേഴ്സായിരുന്ന മേഘ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ തനിക്ക് നാട്ടിലുണ്ടായിരുന്ന ജോലി രാജിവെച്ചതിന് ശേഷം പിതാവിനോടൊപ്പം മടങ്ങാൻ വേണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് പിതാവിനൊപ്പം കുവൈത്തിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്യാനായിരുന്നു ഈ നാട്ടിലെ ജോലി
മേഘ രാജിവെച്ചത്. പക്ഷേ ജോലി രാജിവെച്ച് അങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ തുടരുമ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടാകുന്നത്. മകൾക്കൊപ്പം കുവൈത്തിൽ ജോലി ചെയ്യാമെന്നൊരാഗ്രഹവും മാത്യുവിനുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ ആ മോഹങ്ങളെല്ലാം തന്നെ പൊലിയുന്ന ഒരു അപകടമാണ് കുവൈത്തിൽ ഉണ്ടായത്. വീണ, മനീഷ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്രവാസിയെ സംബന്ധിച്ച് ഒരുപാട് സന്തോഷത്തോടെ മടങ്ങിയെത്തണം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരുപാട് സമ്പാദിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി അതെല്ലാം നൽകണമെന്ന ആഗ്രഹത്തോടെ ആയിരിക്കും ഏതൊരു പ്രവാസിയും പ്രവാസ ജീവിതം നയിക്കാനായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോഴാണ് ഒരിക്കലും മടങ്ങിയെത്തില്ല എന്ന രീതിയിൽ ഇത്തരത്തിലൊരു മടക്കം ആ കുടുംബത്തിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നത്. അത് എങ്ങനെയാണ് ആ കുടുംബം ഉൾക്കൊള്ളുന്നത്? ആ വീട്ടിലെ അവസ്ഥ അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക? പറയാൻ കഴിയുന്ന ഒന്നല്ല അവർ നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ദുഃഖം എന്നുള്ളത്. ഈ മാത്യു തോമസിൻ്റെ വീട് സന്ദർശിച്ചതിനോടൊപ്പം തന്നെ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷമീറിൻ്റെ വീടും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. അവിടെ ഷമീറിനെ സംബന്ധിച്ചിടത്തോളം 1.5 വർഷം മുമ്പാണ് ഷമീറിൻ്റെ വിവാഹം കഴിഞ്ഞത്. അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞാൽ തന്നെ നാട്ടുകാർക്ക് വാക്കുകൾ ഇടറുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും ഒരിക്കൽ പോലും ചിരിച്ച മുഖത്തോടെ അല്ലാതെ അദ്ദേഹത്തെ അവിടെ ആരും കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആളുകളിൽ കൂടുതൽ ദുഃഖം ഉളവാക്കുന്നത്. മാത്രമല്ല, ഷമീറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതിന് ശേഷമാണ് അദ്ദേഹം ഇക്കുറി കുവൈത്തിലേക്ക് മടങ്ങിയത്. 9 മാസം മുമ്പായിരുന്നു ആ യാത്ര. 9 മാസം മുമ്പ് എത്തി വീട് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് ശരിയാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അങ്ങോട്ടേക്ക് മടങ്ങുന്നത്. വീട് വെക്കണം, ആ വീട്ടിൽ താമസിക്കണമെന്നടക്കമുള്ള വലിയ സ്വപ്നങ്ങളോടുകൂടിയാണ് കഴിഞ്ഞ തവണ ഷമീർ പ്രവാസി ജീവിതത്തിലേക്ക് തിരികെ പോയത്. 5 കൊല്ലമായിട്ട് അദ്ദേഹം കുവൈത്തിലായിരുന്നു. പക്ഷേ ഈ ഒരു ദാരുണ സംഭവം ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും ഈ 2 വീടുകളിൽ സന്ദർശിച്ചപ്പോൾ മരണമെന്ന ഇത് എങ്ങനെയാണ് ഇതിനെ നേരിടേണ്ടതെന്നോ അല്ലെങ്കിൽ എന്താണ് അവരോട് എന്താണ് പറഞ്ഞ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ബന്ധുക്കളെയും നാട്ടുകാരെയും അതുപോലെ തന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുന്ന ഇവരുടെ കുടുംബാംഗങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അതെല്ലാം തന്നെ അതീവ ദുഃഖത്തിലാക്കുന്ന കാഴ്ചകളായിരുന്നു. വീണ, എന്തായാലും കുവൈറ്റിലുണ്ടായ ഈ തീപിടുത്തത്തിൽ അല്ലെങ്കിൽ ആ അപകടങ്ങളിൽ മരണപ്പെട്ടവർക്ക് വേദനയോടെ ഉള്ള മനസ്സിലൂടെ അല്ലാതെ നമുക്ക് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. പല ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനീഷ്, ഈ നേരത്തെ സൂചിപ്പിച്ചിരുന്നു സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് നിലവിലൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഈ മൃതദേഹം എവിടെയായിരിക്കും സൂക്ഷിക്കുക? മറ്റ് ചടങ്ങുകൾ ഏത് രീതിയിലായിരിക്കും നടത്താൻ കുടുംബം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്? വീണ, ഇതിൽ പലരുടെയും അടുത്ത ബന്ധുമിത്രാദികളടക്കം വിദേശത്തുള്ളവരുണ്ട്, മറ്റ് സ്ഥലങ്ങളിലുള്ളവരുണ്ട്. ഇവരൊക്കെ നാട്ടിലേക്ക് എത്തുന്നതാണ് ഈ മൃതദേഹം സംസ്കരിക്കുന്നതിന് വൈകുന്നതിൽ ഒരു പ്രധാന കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇന്ന് സംസ്കാരമില്ലാത്ത ചില വീടുകളിൽ മൃതശരീരം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം മോർച്ചറിലേക്ക് മാറ്റുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിൻ്റെ മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോവുക പുഷ്പഗിരി ആശുപത്രിയിലേക്കാണ്. അവിടെ മോർച്ചറിക്ക് സൂക്ഷിച്ചതിന് ശേഷമായിരിക്കും തിങ്കളാഴ്ച 7:30 കൂടി അദ്ദേഹത്തിൻ്റെ സ്വഭവനത്തിൽ മൃതദേഹം എത്തിക്കുകയും അതിനുശേഷമായിരിക്കും ചടങ്ങുകൾ ഉണ്ടാവുക. കൂടുതലായും ഇത്തരത്തിലൊരു വിയോഗത്തിൽ മനീഷ് തുടരുക. ആ കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തിലും മനീഷ് പങ്കുചേരണമെന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ചാവക്കാട് നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, മൃതദേഹം ആ വീട്ടിലേക്ക് എത്തിയോ? കുടുംബം എങ്ങനെയാണ് ഈ വിയോഗം അവിടെ ഉൾക്കൊള്ളുന്നത്? അല്പസമയങ്ങൾക്ക് മുൻപാണ് 2:30 ബിനോയ് തോമസിന്റെ മൃതദേഹം ചാവക്കാട്ടെ വീട്ടിലേക്ക് എത്തിച്ചത്. പൊതുപ്രവർത്തകരും നാട്ടുകാരുമായ നിരവധി ആളുകൾ അതിനു മുൻപ് തന്നെ വീട്ടിലേക്ക് എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മുൻ MP TN പ്രതാപൻ, CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങി നിരവധി പൊതുപ്രവർത്തകർ ഇവിടെ എത്തിയാണ് ക്രമീകരണങ്ങൾ നടത്തിയത്. അല്പസമയങ്ങൾക്ക് മുൻപ് മൃതദേഹം എത്തി. നമുക്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ബിനോയ് തോമസിന്റെ വീട് 3 സെന്റ് വസ്തുവിൽ മാത്രമാണ് ഇരിക്കുന്നത്. ഈ പരിസരത്താകെ വലിയ ജനക്കൂട്ടം ബിനോയിയുടെ മൃതദേഹം കാണാൻ ഇവിടെ കാത്തു നിൽക്കുന്നു. ഈ സ്ഥലപരിമിതി മൂലം വളരെ അധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടാണ് മൃതദേഹം ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ നേരത്തെ തന്നെ ബിനോയുടെ മൃതദേഹം അവസരമായി കാണുന്നതിനായി ഈ ചാവക്കാട്ടുള്ള പാലയൂരിലുള്ള ബിനോയുടെ കുറ്റിപ്പാറം എന്ന സ്ഥലത്തെ വീട്ടിലേക്ക് എത്തുന്നു.
ബിനോയ് തിരുവല്ല സ്വദേശിയാണ്. പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നും തൃശ്ശൂരിലെത്തി ഇവിടെ താമസമാക്കുകയും പിന്നീട് ഇവിടെ നിന്ന് വിവാഹം കഴിച്ച് ജീവിക്കുകയും ചെയ്ത ആളാണ്. തിരുവല്ലയിൽ നിന്നുള്ള ബന്ധുക്കൾ, മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ, സഹോദരങ്ങൾ അടക്കമുള്ള ആളുകളും അല്പസമയങ്ങൾക്ക് മുൻപാണ് ഈ സംസ്കാര ചടങ്ങുകൾക്കായി ഇവിടേക്ക് എത്തിയത്. അവരടക്കമുള്ള ആളുകൾ, ബിനോയുടെ ഭാര്യയും കുട്ടികളും അടക്കമുള്ള ആളുകൾക്കും ഈ ജനത്തിരക്ക് മൂലം മൃതദേഹത്തെ അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് കാണാനൊരു അസൗകര്യം ഉണ്ടായിരുന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് അത് പരിഹരിച്ചത്. ബിനോയിയെ കുറിച്ച് നമ്മൾ ഈ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഏവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ബിനോയ് എന്നുള്ളതാണ്. വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടാണ് ജീവിതത്തിൽ മുന്നോട്ട് പോയിരുന്നത് ബിനോയും കുടുംബവും. ഈ 3 സെന്റ് വസ്തു എന്ന് പറയുന്നത് ചാവക്കാട് മുനിസിപ്പാലിറ്റി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയ വസ്തുവാണ്. ഇവിടെ ഒരു വീട് വയ്ക്കണമെന്നുള്ള ചിരകാല സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുൻപ് ബിനോയ് കുവൈറ്റിലേക്ക് വിമാനം കയറുന്നത്. കുവൈറ്റ് എത്തി 5-ാം നാളാണ് ഈ കുടുംബത്തെ നിലച്ചിരിക്കാത്ത നേരത്ത് ഒരു കൊടിയ ദിവസം കുടുംബത്തിന് നേരെ ഉണ്ടാകുന്നത്. ബിനോയുടെ വിയോഗം ഒരുപക്ഷെ ഈ നാട്ടുകാർക്കും ഈ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്നും ഒരു കാരണവശാലും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ മരണം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് വരെ ബിനോയ് ഭാര്യയുമായി സംസാരിച്ചിരുന്നു. ഏകദേശം മണിക്കൂറുകളോളം സംസാരിച്ചപ്പോഴും താൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ ഒരു അപകടം ഉണ്ടായി എന്ന് പറയുകയും തീ പിടിച്ചതായി തോന്നിയെന്ന് ഭാര്യയോട് പറയുകയും തനിക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ബിനോയ് അറിയിക്കുകയും ചെയ്തതാണ്. ഇതെന്താണ് സംഭവം എന്ന് അറിഞ്ഞു വരാമെന്ന് പറഞ്ഞു ഫോൺ വെച്ചയാൾ പിന്നീട് മണിക്കൂറുകൾക്കകം മരണപ്പെടുന്ന ഒരു സാഹചര്യം. അത് ആദ്യം അത്തരത്തിൽ ബിനോയെ ഫോണിൽ കിട്ടാതിരുന്നതിനെ തുടർന്നാണ് ഇവർ സംശയം തോന്നുന്നത്. പിന്നീട് കുവൈറ്റിലുള്ള പ്രവാസികൾ മുഖേന അന്വേഷണത്തിലാണ്, ബന്ധുക്കൾ അടക്കം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദുരന്തത്തിൽ ജീവൻ ബിനോയുടെയും പൊലിഞ്ഞുവെന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് 2 ദിവസങ്ങൾക്കകമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ബിനോയ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബിനോയുടെ ഭാര്യ എന്ന ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുടുംബാംഗങ്ങൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. 2 മക്കളാണ് ബിനോയ്ക്ക്. മൂത്തയാൾ ആദ്യ വിവാഹത്തിലുള്ള ആളാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെയാൾ 5 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ആളാണ്. ഈ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ബിനോയുടെ മൃതദേഹം കണ്ട് പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് ഇവിടെ നിന്ന് വിവരിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ഈ ഒരു സാഹചര്യത്തെ അത്തരത്തിൽ അവ കുടുംബാംഗങ്ങളുടെ ദുഃഖം പങ്കുചേരാം. അത്യന്തകരമായ ഒരു അവസ്ഥയാണ്. ഈ ഒരു നാടൊന്ന ഈ കുടുംബത്തിന്റെ ആശ്വസിപ്പിക്കാൻ പാടുപെടുകയാണ്. പ്രധാന രാഷ്ട്രീയ നേതാക്കളും കേന്ദ്രമന്ത്രിയും ഒക്കെ ഇവിടെയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കുടുംബത്തിനൊരു വീട് വെച്ച് നൽകുമെന്ന് ഇവരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു. അത്തരത്തിൽ ചില സഹായഹസ്തങ്ങൾ ഈ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്നു. അല്പസമയങ്ങൾക്കകം 3:30 മൃതദേഹം ഇവിടെ നിന്ന് പൊതുദർശനം കഴിഞ്ഞ് സംസ്കാര ചടങ്ങുകൾക്കായി സെമിത്തേരിയിലേക്കും മാറ്റുന്നതിനാണ് ഇവിടെയുള്ള നില തീരുമാനം. കുന്നംകുളം വീനാകൽ ബെറിയൽ സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങ്. നേതൃത്വത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. ഈ തെക്കൻ പാലയൂരിലുള്ള കുറ്റിപ്പാടത്തുള്ള വീട്ടിൽ നിന്നും അല്പസമയങ്ങൾക്കകം സംസ്കാര ചടങ്ങുകൾക്കായി പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം കൊണ്ടുപോകും. 100കണക്കിന് ആളുകൾ ഇപ്പോഴും ഇവിടെ മൃതദേഹത്തെ ഒരു നോക്കി കാണാനാവാതെ നിൽക്കുന്ന, മൃതദേഹം ഒരു വർഷം കാണാൻ പൊതുദർശനത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വെയിറ്റ് ചെയ്ത് കാത്തു നിൽക്കുന്ന കാഴ്ചകളും ഇവിടെയുണ്ട്. അത്യന്തം ദുഃഖകരമാണ്. 5 ദിവസത്തിന് മുൻപ് ഈ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് ഒരു പുതിയ ജീവിതം, പുതിയ കാലവും സ്വപ്നം കണ്ട് ഇറങ്ങിയ മനുഷ്യൻ മണിക്കൂറുകൾക്കകം കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് മണിക്കൂറുകൾക്കകം ദാരുണമായി മരണപ്പെട്ടത്. അതിനുശേഷം ആ മൃതദേഹം അദ്ദേഹമാണ് മരണപ്പെട്ടത് എന്ന് തിരിച്ചറിയാനാവാതെ കുടുംബാംഗങ്ങൾ ബുദ്ധിമുട്ടി കടന്നുപോയ മണിക്കൂറുകൾ. അതിനുശേഷം പ്പെടുന്നു. മൃതദേഹം ഈ വീട്ടിലേക്ക് എത്താൻ 2 ദിവസത്തോളം കാത്തു നിൽക്കുന്നു. ഈ ഒരു അവസരത്തിൽ നേരിട്ട മാനസിക സമ്മർദ്ദവും. ശരി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇന്നാണ് കൊച്ചി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ച് എല്ലാ ബന്ധുക്കൾക്കും മൃതദേഹങ്ങൾ വിട്ടു നൽകുകയായിരുന്നു. സർക്കാരിൻ്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച മൃതദേഹങ്ങളെല്ലാം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും
എല്ലാ ജില്ലകളിലേക്കും മൃതദേഹമുള്ള അല്ലെങ്കിൽ കുടുംബക്കാരുള്ള എല്ലാ ജില്ലകളിലേക്കെല്ലാം മൃതദേഹങ്ങൾ കൊണ്ടുപോവുകയും ഓരോ വീടുകളിലേക്ക് ആ ചേതനയേറ്റ ശരീരം എത്തുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഹൃദയഭേദകമായ ഒരു കാഴ്ച തന്നെയാണ് ഓരോ വീടുകളിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പറയാൻ വാക്കുകൾ തന്നെ കിട്ടുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. എന്തായാലും ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.